തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെറ്റ്ലാൻഡ് ഇക്കോസിസ്റ്റമാണ്. തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. നിങ്ങൾ നേരത്തെ കണ്ടത് അവിടെ ആ കായലിനോട് ചേർന്നുള്ള ബണ്ട് റോഡിൽ, കാക്കാമൂല ബണ്ട് റോഡിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളിയിരിക്കുന്നതാണ്. അവിടെ അടുത്തുള്ള കുളത്തിൽ നിന്നും ചതുപ്പിൽ നിന്നുമുള്ള ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾ, ഖരമാലിന്യങ്ങൾ ധാരാളം കൊണ്ട് ആ വഴിയിൽ തട്ടിയിരിക്കുകയാണ്, ആ ബണ്ട് റോഡിൽ. കഴിഞ്ഞ 35 വർഷമായി ഇതുവഴി യാത്ര ചെയ്യാറുണ്ട്, ഇവിടെ നിരീക്ഷണം നടത്താറുണ്ട്. ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് കാൽനടയോ അല്ലെങ്കിൽ യാത്രയോ നമ്മളെ അതിൽ തടസ്സപ്പെടുത്തുന്നതിന് ഉപരി ഇത് നമ്മുടെ കല്ലിയൂര്, അതുപോലെ വിഴിഞ്ഞം ഗ്രാമപഞ്ചായത്തിൽ 3 ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന ഒരു സ്രോതസ്സാണ് വെള്ളായണി കായൽ. ആ വെള്ളായണി കായലിൽ ഇത്രയും മാലിന്യങ്ങൾ ചേർന്നാൽ എത്രത്തോളം കുടുംബങ്ങളിലാണ് ആ മാലിന്യം എത്തിച്ചേരുന്നത്. നമ്മൾ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജലം. ഭാവിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ജലദൗർലഭ്യമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. പുഞ്ചക്കരി പോലുള്ള ഇത്രയും, അതുപോലെ വെള്ളായണി കായലിലെ ഇത്രയും ശുദ്ധമായ ഒരു തടാകത്തിന് നമ്മൾ വികസനത്തിൻ്റെ പേരിൽ യാതൊരു ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് നശിപ്പിക്കുന്നത് വളരെയധികം ദ്രോഹമാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പൊതുജനം അറിയുകയും നമ്മുടെ ഭരണാധികാരികളുടെ മുന്നിൽ എത്തപ്പെടുകയും ഇത് മേലിൽ ഭാവിയിൽ ആവർത്തിക്കരുതെന്നുള്ള ഒരു അപേക്ഷയും ഉണ്ട്. തീർച്ചയായിട്ടും ഈ തണ്ണീർത്തടത്തിന് സ്നേഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഈ തണ്ണീർത്തടം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കും. അതിദുർബലമായിട്ടുള്ള നമ്മുടെ പാരിസ്ഥിതിക വ്യവസ്ഥയായിട്ടുള്ള തണ്ണീർത്തടങ്ങളിൽ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ഖരമാലിന്യങ്ങളും വലിച്ചെറിയുക എന്നുള്ളത് പ്രകൃതിയോട് ചെയ്യുന്ന വളരെ അത്യന്തം പൊറുക്കാൻ പറ്റാത്ത തരത്തിലുള്ള തെറ്റാണ്. ഈ തണ്ണീർത്തടങ്ങളും പ്രകൃതിയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്കും കൂടി ഉള്ളതായിരിക്കണം എന്നുള്ള ബോധം നമുക്കെല്ലാവർക്കും വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മാലിന്യം കളയാനുള്ള സ്ഥലമല്ല. നമ്മളെ പുഞ്ചക്കരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം തരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നത് വളരെ ദയനീയമായ അവസ്ഥയാണ്. ഭയങ്കര ഡിപ്രസ്സിങ് ആണ്. ഇപ്പോഴും മനുഷ്യർക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഭയങ്കര ട്രാജിക്കാണ്. ഫ്യൂച്ചർ ഇസ് റിയലി ട്രാജിക്. ആക്കുളവും പുഞ്ചക്കരിയും ഒക്കെ ഇതുപോലെ വേസ്റ്റ് ഇട്ട് വൃത്തികേടാക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ കുടിവെള്ളത്തിന് എന്ത് ചെയ്യും? ഇത്തവണ വന്നപ്പം വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. നമ്മുടെ കായലും വയലും തിരിക്കുന്ന ആ ബണ്ടിൽ ലാൻഡ് ഫില്ലിൻ്റെ പേരിൽ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് ഇവിടുത്തെ നാട്ടുകാരും ഇതിന് ബന്ധപ്പെട്ട ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും അത് തിരിച്ചറിയണം, അതിന് പ്രവർത്തിക്കണം. കാര്യം ഈ പ്ലാസ്റ്റിക് അവിടെ ഇനിയും തുടർന്നാൽ അത് നമ്മുടെ തടാകത്തിലേക്കും ആ തടാകം മലിനമാകാനും എല്ലാം വഴിവെക്കും. അതുകൊണ്ട് ഇനി ഇത് തന്നെ മാറ്റാൻ എന്തെങ്കിലും ചെയ്യുകയും ഇത്തരം പ്രവർത്തനം ഇനി നടക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതിന് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം. നിയമങ്ങൾ ഉണ്ടാകുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ മാത്രമേ ഇതുപോലുള്ള ആപത്തുകൾ തടയാൻ പറ്റുള്ളൂ. അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കും.